പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിനിരയായ കേളക്കവല സ്വദേശിനി ഡാനിയലിന്റെ ഭാര്യ സാറക്കുട്ടി അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപമാണ് നിരാഹാര സമരം. കഴിഞ്ഞ 3 ദിവസമായി സത്യഗ്രഹ സമരം നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരം. ബാങ്കിൽ നിന്ന് ഭൂമിയുടെ ആധാരം ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂവെന്ന നിലപാടിലാണ് സാറക്കുട്ടി. വിവരങ്ങളുമായി മിഥില ബാലൻ വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. മിഥില, സാറക്കുട്ടിയുടെ ഈ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകാത്തത്? എന്തായാലും ശക്തമായി തന്നെ ഇനിയും കൂടുതൽ സമരത്തിലേക്ക് കടക്കാനാണോ സാറക്കുട്ടി തീരുമാനിച്ചിരിക്കുന്നത്? പ്രവിത, സാറക്കുട്ടിയുടെ ഈ സമരം കഴിഞ്ഞ 3 ദിവസമായി സത്യാഗ്രഹ സമരമായിരുന്നു. പക്ഷേ ഇവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ ബാങ്ക് അധികൃതർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരമാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് അവർ കടക്കുന്നത്. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഇന്ന് രാവിലെ മുതൽ ഇവർ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇവരുടെ ഒരു ആവശ്യം എന്നത് ബാങ്ക് പറയുന്നത് 75 ലക്ഷം രൂപ കുടിശ്ശിക ഉണ്ടെന്നാണ്. എന്നാൽ ഈ കുടിശ്ശിക എഴുതിത്തള്ളി ആധാരം തിരികെ നൽകണം. മാത്രമല്ല, ഇല്ലാത്ത ഒരു ബാങ്ക് വായ്പയുടെ പേരിൽ മാനസികമായും ശാരീരികമായും അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. സമാനമായ രീതിയിൽ ഈ ബാങ്കിൽ നിന്നും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് നീതി ലഭിക്കണം. ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള അനിശ്ചിതകാല നിരാഹാര സമരം അവർ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം നമ്മൾ കണ്ടതാണ് അവരുടെ ഒരു സത്യാഗ്രഹ സമരം. ഇന്നിപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.